എല്ലാവരും ബാഗുകളും സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കുക. നമ്മളൊരു ടൂർ പോകാൻ പോവുകയാണ്. നമ്മൾ ടൂർ പോകാൻ പോകുന്നത് വേളാങ്കണ്ണിയിലേക്കോ ഊട്ടിയിലേക്കോ ഹിമാലയത്തിലേക്കോ അമേരിക്കയിലേക്കോ ഒന്നുമല്ല. ഒരു ചെറിയ ഗ്രഹത്തിലേക്കാണ്, നമ്മുടെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഗ്രഹത്തിലേക്കാണ് ഈ വിർച്വൽ ടൂറ്. അതിനുവേണ്ടി അനിമേഷൻ വീഡിയോ ഒന്നുമല്ല ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ചൊവ്വ ഗ്രഹത്തിൻ്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യം തന്നെയാണ്. ഏതാണ്ട് 360 ഡിഗ്രിയിലുള്ള വീഡിയോ ദൃശ്യമാണ്. അതും ഏറ്റവും ഒടുവിലായിട്ട് 2023 അവസാന ഘട്ടത്തിൽ ചിത്രീകരിച്ച മനോഹരമായിട്ടുള്ള വീഡിയോ ദൃശ്യം. അവിടെ കാണുന്നത് എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യുന്നുമുണ്ട്. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് ഞാനൊരു പുതുവത്സര സമ്മാനവും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അസ്ട്രോണമിയോട് വളരെയധികം താല്പര്യമുള്ള 50 പേർക്കായിരിക്കും ഈ സമ്മാനം ലഭ്യമാവുക. അത് എന്താണ്, അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തുക. ഇനി നമുക്ക് യാത്ര പുറപ്പെടാം. ഈ യാത്രയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് നാസയുടെ പെർസിവറൻസ് റോവറാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ചൊവ്വ ഗ്രഹത്തിലെ ഒരു വലിയ ഗർത്തത്തിലേക്ക്, ജസീറോ ക്രേറ്ററിലേക്ക് ഈ ഒരു പേടകം വന്നിറങ്ങിയത്. അതിനുശേഷം ഒരുപാട് പഠനങ്ങൾ ഈ പെർസിവറൻസ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ ഇത് ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഇവിടേക്കൊന്ന് നോക്കൂ. ഈ കാണുന്ന ദൃശ്യം ഏറ്റവും പുതിയ ദൃശ്യമാണ്. ഈ കാണുന്നത് ജസീറോ ക്രേറ്ററാണ്. ആ ക്രേറ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ബോക്സായിട്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പൂർവ്വകാല രൂപം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തതല്ല, ശരിക്കും നാസ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അനിമേഷനാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ 350 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ജലം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പ്രദേശമാണ്. ഒരു വലിയ ഗർത്തമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു പ്രാചീന നദി ഈ ഗർത്തത്തിലേക്ക് വന്നു ചേരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ നദിയിലുണ്ടായിരിക്കുന്ന ജലം ഇവിടേക്ക് വന്ന് പതിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു ഗർത്തം അത് വലിയൊരു തടാകമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ജലം ഇത്തരത്തിലൊരു ഗർത്തത്തിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? സെഡിമെൻറ്റ്സ് അതിൽ വന്ന് അടിയുന്നതാണ്. നമുക്കറിയാം, പുഴ ഒഴുകുമ്പോൾ ആ ജലത്തിൽ സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ എക്കിൾ ഉണ്ടായിരിക്കുന്നതാണ്. അത് ശക്തമായ വേഗതയിൽ ഒഴുകുകയാണെങ്കിൽ അവിടെയുള്ള കൂടുതൽ സെഡിമെൻറ്റ്സിനെ വാരിയെടുത്ത് ഈ പുഴ മുന്നോട്ട് പോകുന്നതാണ്. അതിൻ്റെ വേഗതയൊന്ന് കുറയുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗർത്തത്തിലേക്ക് വന്ന് പതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സെഡിമെൻറ്റ്സിനെ അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുമുണ്ട്. ആദ്യത്തെ 100 വർഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു ഖനമായിട്ട് അവിടെ അങ്ങനെ കിടക്കും. അടുത്ത 100 വർഷത്തേത് അതിൻ്റെ മുകളിലായിരിക്കും. അത് കഴിഞ്ഞുള്ള 100 വർഷത്തേത് അതിൻ്റെയും മുകളിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഒരു പുസ്തകമാണ് ഈ ജസീറോ ക്രേറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ 100 പേജുകൾ മറിച്ച് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചരിത്രമാണ്. വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യവുമായിരിക്കാം. ജീവജാലം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചൊവ്വാഗ്രഹത്തിൽ ജീവജാലം ഇല്ല എന്ന് ശാസ്ത്രം വിലയിരുത്തിയിട്ടില്ല. ഉണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വിലയിരുത്തിയിട്ടില്ല. പക്ഷേ വലിയ ഒരു സാധ്യതയുണ്ട് അവിടെ. ഏതൊരു ഗ്രഹം എടുത്താലും ജീവജാലങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള പുഴയുടെ തീരങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ഭൂമിയിലെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. പക്ഷേ മനുഷ്യർ ഉയർന്ന സിവിലൈസേഷനിലേക്ക് പോയപ്പോൾ ഹിമാലയത്തിനോട് ചേർന്ന് പോലും മനുഷ്യർ വീടുകൾ കെട്ടി താമസിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ എവല്യൂഷനെതിരെ തിരിയാത്ത ജീവികളെക്കുറിച്ചാണ്. മനുഷ്യൻ എവല്യൂഷനെതിരെ തിരിയുന്ന ജീവിയാണ്. എവല്യൂഷൻ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കാൻ ശേഷിയുള്ള, അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. പക്ഷേ ചൊവ്വാഗ്രഹത്തിൽ അങ്ങനെയുള്ള ജീവജാലങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയില്ല അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ അവിടെ ചെറിയ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ചിന്താശേഷി ഇല്ലാത്ത മറ്റ് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അവയുടെ അവശേഷിപ്പ് എവിടെ നിന്നായിരിക്കും കിട്ടുക? ഈ ഒരു പ്രദേശത്തു നിന്ന് തന്നെയായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് ജസീറോ ക്രേറ്ററിനെ നമ്മൾ അവിടേക്ക് അയച്ചത്. ആ ചുറ്റുപാടുമുള്ള പ്രദേശം ഒന്ന് നോക്കുക. എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഒരു ഗർത്തത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ച പെർസിവറൻസിൻ്റെ സഹായത്താൽ കാണുന്നത്. നമ്മുടെ ഭൂമിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രദേശം വർഷങ്ങളായിട്ട് ജലമില്ലാതെ കിടന്നതെങ്കിൽ അത് അതേ പ്രകാരം തന്നെ പ്രിസർവ് ചെയ്ത് പോകുന്നതല്ല. അതിൻ്റെ കാരണം നമ്മുടെ കട്ടിയുള്ള അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനവുമാണ്.
ചൊവ്വാഗ്രഹത്തിന് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഗ്രഹത്തിൻ്റെ അത്രയും കട്ടിയുള്ള അറ്റ്മോസ്ഫിയർ ചൊവ്വാഗ്രഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ചരിത്ര രേഖകൾ അത് രേഖകളായി തന്നെ അവിടെ തുടർന്നു പോവുകയാണ്, അതവിടെ പ്രിസർവ് ചെയ്തിരിക്കുകയുമാണ്. ഇവിടെ ഈ ഒരു താഴ്ഭാഗത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഒരു നരച്ച നിറമുള്ള അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വെള്ള നിറമുള്ള പരന്ന പാറകൾക്ക് സമാനമായിട്ടുള്ള ഭാഗങ്ങൾ കാണാം. പാറകൾക്ക് സമാനമൊന്നല്ല, അതിൽ കുറേ ഭാഗങ്ങളൊക്കെ പാറകൾ തന്നെയാണ്. ഇതുവഴിയാണ് വർഷങ്ങൾക്ക് മുൻപ് ജലം ഒഴുകിപ്പോയത്. ജലം അവസാനമായി വറ്റിപ്പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രതലവും ഇത് തന്നെയാണ്. ഇവിടെ നിന്ന് അല്പം അങ്ങോട്ട് മാറി കുറച്ച് ഉയർന്ന ഒരു കുന്നുപോലെയുള്ള ഒരു പ്രദേശം കാണാം. ആ ഭാഗം ശരിക്കും ഒരു ഡെൽറ്റയാണ്. ജലം ഒഴുകി വരുന്നത് കാരണം സെഡിമെൻറ്റ്സ് അവിടെ അടിഞ്ഞു കൂടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ ഒരു വിർച്വൽ ടൂറിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ കാണുന്നതാണ്. ആരും ഒന്ന് നോക്കിപ്പോകും. എന്താണ് ഈ രൂപം? ചിലരൊക്കെ ചിന്തിക്കുക ഏതെങ്കിലും ഏലിയൻസ് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച എന്തെങ്കിലും ഒരു രൂപമായിരിക്കുമെന്നാണ്. പക്ഷേ ഇത് കണ്ടിട്ട് ഗവേഷകർക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. ഇത് തീർച്ചയായിട്ടും നദിയിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ഭൂഭാഗമല്ല. ഇത് പ്രധാനമായിട്ടും ലാവ കാരണം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു രൂപമായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയൊന്നുമില്ല, പക്ഷേ അത് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ലാവയുടെ ഒരു ചെറിയ ഭാഗം ഭൂമിയിൽ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് പഠനത്തിന് വിധേയമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലബോറട്ടറികൾ നമ്മുടെ ഭൂമിയിൽ തന്നെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ലബോറട്ടറിയിൽ കൊണ്ടുപോയി എത്ര വർഷം പഴക്കമുള്ള ലാവയാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടായത്, ഇത് എപ്രകാരമാണ് തണുത്തുറഞ്ഞു പോയത്, ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ചൊവ്വാഗ്രഹത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ലബോറട്ടറി കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. പെർസിവറൻസിന് അങ്ങനെയുള്ള പഠനങ്ങൾ നടത്താനും സാധിക്കുന്നതല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പെർസിവറൻസിന് ഇവിടെ നിന്നും ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പദ്ധതി നാസ നടപ്പിലാക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലാവ അധികം വൈകാതെ തന്നെ നമ്മുടെ കൈകളിൽ കിട്ടുന്നതാണ്. പിന്നീട് അത് നമ്മുടെ ലബോറട്ടറിയിൽ കൊണ്ടുപോയി അതിൻ്റെ പഴക്കം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഈ നദിയെക്കുറിച്ച് വളരെ അമൂല്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നതാണ്. എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഈ നദി ഇവിടെ ഇല്ലാതെയായത്? കാരണം ഈ നദി ഇല്ലാതെയായതിന് ശേഷമായിരിക്കണം ഇങ്ങനെ ഒരു ലാവ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ലാവയുടെ പഴക്കം മനസ്സിലാക്കിയാണെങ്കിൽ എത്ര വർഷം മുൻപാണ് ഏതാണ്ട് നദി ഇല്ലാതെയായതെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഭാഗം, ആ ഭാഗത്തു കൂടെയാണ് ഇനി പെർസിവറൻസ് സഞ്ചരിക്കാൻ പോകുന്നത്. പെർസിവറൻസ് ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും ആ സഞ്ചാരം നടപ്പിലാവുക. അതിനോട് ചേർന്ന് തന്നെ ഈ ഗർത്തത്തിലൂടെ നദി ഒഴുകിപ്പോയ വരമ്പുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വരമ്പുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന വരമ്പുകൾ തന്നെയാണ്. ആ ഭാഗത്തും ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചില തിയറികൾ പറയുന്നത് ഇപ്പോഴും ചൊവ്വാഗ്രഹത്തിൽ ജീവജാലങ്ങൾ ഉണ്ടെന്നാണ്. അതൊരു പക്ഷേ ആ ഒരു ഗർത്തത്തിൻ്റെ വളരെ ആഴങ്ങളിലായിരിക്കാം. വളരെ ആഴങ്ങൾ ഇപ്പോഴും ബാഷ്പീകരിച്ച് ഇല്ലാതെയാകാത്ത ജലം അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജലത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം. മറ്റ് ചില തിയറികൾ പറയുന്നത് വളരെ ആഴങ്ങളിലേക്ക് പോകാതെ ഈ ഗർത്തത്തിൽ തന്നെ ചെറിയൊരു ഗർത്തം കുഴിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ജീവജാലങ്ങൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫുകളില്ലാത്ത വെറും ഹൈപ്പത്തറ്റിക്കൽ തിയറികൾ മാത്രമാണ്. നദി ഒഴുകിപ്പോയ ആ വരമ്പിന് അപ്പുറത്തായിട്ട് നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള മതിലുകൾ പോലുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. അത് ക്രേറ്റർ വാളാണ്. ഈ ഒരു ഗർത്തത്തിൻ്റെ അതിരാണ്. അതിൻ്റെയും വെളിയിലായിട്ട് അങ്ങ് ചക്രവാളത്തിൽ നല്ല ഉയരത്തിൽ കാണാൻ സാധിക്കുന്ന മലനിരകളുണ്ട്. ആ മലനിരകൾ അത് വലിയൊരു ക്യാനിയോണാണ്, അല്ലെങ്കിൽ ഒരു മലയിടുക്കാണ്. അതിൻ്റെ ഇടയിലൂടെ ജലം മുൻപ് ഒഴുകിയിരുന്നതാണ്. അങ്ങനെ ഒഴുകിയിരുന്ന ജലമാണ് ഈ ജസീറോ ക്രേറ്ററിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 2024 തുടക്കത്തിൽ ആസ്ട്രോണമിയോട് താല്പര്യമുള്ളവർക്ക് ഒരു സമ്മാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ശാസ്ത്ര പ്രബന്ധമാണ്. അതിൽ നിങ്ങളുടെ വാലിഡായിട്ടുള്ള ഒരു സംഭാവനയും ഉണ്ടായിരിക്കുന്നതാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കുകയില്ല. അത്രയധികം വികസിച്ച ഒരു കാലഘട്ടമാണിത്. എന്നാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാളുമൊക്കെ മൂല്യമുള്ള, എല്ലാവരെ കൊണ്ടും സാധ്യമാകാത്ത ഒരു കാര്യമുണ്ട്: ഒരു ശാസ്ത്ര പ്രബന്ധം സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുക എന്നത്. ആസ്ട്രോണമിയിൽ അത്തരത്തിലുള്ളൊരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അയാൾ ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോഫിസിസ്റ്റ് തന്നെയാണ്. പ്രൊഫഷണലി അങ്ങനെ ആയിരിക്കുകയില്ലെങ്കിൽ പോലും, അയാളുടെ പ്രൊഫഷൻ മറ്റൊന്നാണെങ്കിൽ പോലും ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു പുറമെ ഈ ഒരു പബ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അയാൾക്ക് ഭാവിയിൽ ഒരു പ്രൊഫഷണൽ ആസ്ട്രോണമർ ആകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ സമ്മാനം ഇതല്ല.
ഇതൊരു കോഴ്സാണ്. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജേണൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ NY50 എന്ന ഒരു പ്രൊമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. ആദ്യം ഈ പ്രൊമോ കോഡ് ഉപയോഗിക്കുന്ന 50 പേർക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭ്യമാവുക. ആ 50 പേർക്ക് എൻ്റെ ന്യൂ ഇയർ സമ്മാനമായിട്ടാണ് ഈ കോഴ്സ് വെറും 1500 രൂപയ്ക്ക് ലഭ്യമാകുന്നത്. 1500 രൂപയ്ക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു കോഴ്സ് പഠിക്കാനോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെ പബ്ലിഷ് ചെയ്യാനോ സാധിക്കുന്നതല്ല. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക. പ്രൊമോ കോഡ് മറക്കണ്ട, NY50.